ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഇന്ന് കേക്ക് ബോർഡ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഇത് ആവശ്യം വരും, അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലായിരിക്കും വയ്ക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ കളയുന്ന കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളി കേക്ക് ബോർഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വെറും 10 മിനിറ്റ് മാത്രം മതി. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പിസ്സ വാങ്ങിയപ്പോൾ കിട്ടിയ കാർഡ്ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോയ്സ് വാങ്ങുമ്പോഴോ എന്തെങ്കിലും വാങ്ങുമ്പോഴൊക്കെ കാർഡ്ബോർഡ് ഒരുപാട് കിട്ടുമല്ലോ, അത് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പ് അളവായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെച്ചിട്ട് പെൻസിൽ കൊണ്ടോ പേനോ കൊണ്ടോ ഒന്ന് മാർക്ക് ചെയ്യുക. എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ തണുപ്പൊക്കെ കൂടിയിട്ട് എല്ലാവർക്കും ചുമയും പനിയൊക്കെയാണ്. ഇതുപോലെ തന്നെ ഒരു സർക്കിളും കൂടി വരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിലാണ്. അപ്പോൾ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് നേരത്തെ നമ്മൾ അളവെടുത്തില്ലേ അടപ്പ്, അത് വെച്ചിട്ട് ഒരു സർക്കിൾ നമുക്ക് വരച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് അളവിലല്ല കട്ട് ചെയ്തെടുക്കേണ്ടത്. 1-1.5 ഇഞ്ചോ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ, കാരണം നമ്മളിത് കാർഡ്ബോർഡിൽ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഒന്ന് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സൈഡിൽ ഇതുപോലെ മുറിച്ചെടുക്കണം. അകത്തോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ അകത്തോട്ട് മുറിയരുത്, അതിൻ്റെ പുറത്ത് നിൽക്കുന്ന രീതിയിൽ മുറിച്ചെടുക്കുക. നമുക്ക് ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അലുമിനിയം ഫോയിൽ മറിച്ച് വെച്ചിട്ട് അതിലോട്ട് കാർഡ്ബോർഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെട്ടിയ ഭാഗം മുകളിലോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക. ഇപ്പം എല്ലാം മടക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ സെല്ലോ ടേപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അപ്പം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇപ്പം എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഒരു കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സൂപ്പർ ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് തന്നെ എടുക്കണമെന്നില്ല, ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായിരുന്നാലും മതി. അപ്പോൾ ഫെവിക്കോളൊന്നും വെച്ചാൽ ഒട്ടി വരില്ല. അപ്പോൾ ഇതുപോലെ സൂപ്പർ ഗ്ലൂ തേച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. അപ്പൊ സർക്കിള് കട്ട് ചെയ്തെടുക്കാം. ഈ സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് മറിച്ച് വെച്ചതിന് ശേഷം കാർഡ്ബോർഡിൽ കുറച്ച് പശ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫെവിക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെവിക്കോള് നല്ലപോലെ തേച്ച് കൊടുക്കുക. പേപ്പർ ഒട്ടുന്ന ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ പേപ്പർ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് ബോർഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലേ, എന്ത് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ക്രിസ്മസിന് കേക്ക് ബോർഡ് പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.